കുണ്ട്ര കൺവെൻഷന്റെ 3-ാം ദിവസത്തില് ദൈവാസന്നിധിയിലേക്ക് കടന്നു വരുവാൻ സ്വർഗം നമുക്ക് കൃപ ചെയ്തല്ലോ. ഇന്ന് പകൽക്കാലം പ്രകൃതിയുടെ പ്രതികൂലങ്ങളെ അതിജീവിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്ന എല്ലാവരെയും തൻ്റെ തിരുനാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വന്ന സ്തോത്രത്തോടെ ഈ യോഗം ആരംഭിച്ച നിമിഷം മുതൽ നമ്മുടെ കർത്താവിൻ്റെ ശക്തിയേറിയ സാന്നിധ്യം, ശക്തിയേറിയ കൃപകൾ പകരുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് വാഗ്ദത്തങ്ങളിൽ ഉറച്ചതായ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുവാൻ സ്വർഗം കൃപ ചെയ്തു. നാം ചേർന്ന് പാടിയപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മുടെ മധ്യേ ഇറങ്ങുവാനും ആത്മാവിൽ ബലപ്പെട്ട് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനും കൃപ ചെയ്തല്ലോ. വ്യത്യസ്തമായ നിലകളിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയതായ വിധങ്ങളെ സാക്ഷിയിലൂടെ ഓർപ്പിക്കുവാനും സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ നിങ്ങളോട് അറിയിക്കുമെന്നുള്ളതായ ഭക്തന്റെ വാക്കുപോലെയും മഹാസഭയിൽ ഞാൻ നിന്റെ നീതിയെ വർണ്ണിക്കുമെന്നുള്ളതായ വചനം പോലെയും ദൈവസന്നിധിയിൽ ഒരുമിച്ച് അതേ സാക്ഷ്യങ്ങളിലൂടെ ജീവൻ പ്രാപിക്കുവാനും കൃപ ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം തുടർന്നും ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് തുടരാം. ഒരു വചനം വായിച്ച് ചില കാര്യങ്ങൾ ധ്യാനിച്ച് എൻ്റെ ഭാഗം അവസാനിപ്പിക്കുവാൻ കൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നു. സുപരിചിതമായ ഒരു സങ്കീർത്തന ഭാഗത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 62-ാം സങ്കീർത്തനം, 62-ാം സങ്കീർത്തനം, അതിൻ്റെ 8-ാം വാക്യം വായിക്കാം. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുൻപിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട വചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലോ. പ്രത്യേകിച്ച് ഇസ്രായേലിനെ 40 ആണ്ടോളം ഭരിച്ചതായ ശക്തനായ രാജാവായിരുന്ന ദാവീദ് തൻ്റെ പ്രജകളോട് ആഹ്വാനം ചെയ്യുന്നതായ വാക്കുകളായിട്ടാണ് നമുക്ക് ഈ വാക്കുകൾ ഇവിടെ കാണുവാൻ കഴിയുന്നത്. ജനമേ, എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പിൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനുണ്ടെങ്കിലും സമയ ചുരുക്കത്താൽ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഭാഗം അവസാനിപ്പിക്കാം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവയിൽ ആശ്രയിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു രാജാവിൻ്റെ വാക്കുകളാണ്. തൻ്റെ പ്രജകൾ ഒരിക്കലും, അല്ലെങ്കിൽ വ്യക്തി എന്നുള്ള നിലയിൽ തന്നിൽ ആശ്രയിക്കുന്നവരായി തീരരുതെന്നും, മറിച്ച് താൻ ആരിൽ ആശ്രയിക്കുന്നുവോ അല്ലെങ്കിൽ താൻ ആശ്രയിക്കുന്ന ദൈവത്തിൽ അവരാശ്രയിക്കുവാൻ അത് പഠിക്കണമെന്നും ആഗ്രഹിച്ചതിനാലാണ് ഇവിടെ ദാവീദ് രാജാവ് ഈ വാക്കുകൾ ഉച്ചരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് അനേക നന്മകളുണ്ട്. ഞാൻ എൻ്റെ ധ്യാനം നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ മുൻപിലുള്ളതായ ധ്യാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കുന്ന അനുഭവം. അതിനൊന്നാം ഭാഗമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. യഹോവയിൽ ആശ്രയിക്കുന്നവരുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താണെന്ന് നാം ചിന്തിച്ചാൽ, ഒന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവയിൽ ആശ്രയിക്കുന്നവർ എങ്ങും കുലുങ്ങത്തില്ല എന്നുള്ളതാണ്. 125-ാം സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. തുടർന്ന് യെശയ്യാപ്രവചനം 26-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വയ്ക്കുന്നതിനാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുമെന്ന് പറയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് പൂർണ്ണ സമാധാനമുണ്ട്. അവർ ഒരിടത്തും കുലുങ്ങിപ്പോകത്തില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. മറ്റൊരു ഭാഗത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നത്,
യഹോവയിൽ ആശ്രയിക്കുന്നവരെ ദയ ചുറ്റിക്കൊള്ളുമെന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ ദയ അവനെ എപ്പോഴും ചുറ്റിക്കൊള്ളും എന്നുള്ളതായ ഒരു വാക്ക് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇങ്ങനെ ദൈവത്തിൽ ഒരുവൻ ആശ്രയിച്ചാൽ വിവിധമായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. ദയ ലഭിക്കുന്നു, സമാധാനം ലഭിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ലഭിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ധൈര്യമുണ്ടെന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇങ്ങനെ പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തിൽ ആശ്രയിച്ച് ശീലിച്ചവരാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നതിനാൽ അനേക അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ആഹ്വാനം എന്ന് പറയുന്നത് എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിക്കണമെന്നുള്ളതാണ്. എല്ലാ കാലത്തും. ദൈവത്തിന് സ്തോത്രം. കാലം എന്നുള്ളൊരു വിഷയം നാം ചിന്തിച്ചാൽ ഓരോ കാര്യത്തിൽ പല വിധത്തിൽ അതിനെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നു. ഭാരതീയ ദിനദർശികയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ നമ്മളുടെ പ്രകൃതിയുടെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ 6 ഒരു വർഷത്തെ കാലഘട്ടങ്ങൾ തിരിച്ചിട്ടുണ്ട്. അതിന് കാലങ്ങളെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഋതുക്കൾ എന്ന് പറയാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്തം, അല്ലെങ്കിൽ ഹേമന്തം, ശിശിരം, ഇങ്ങനെ പറഞ്ഞ് 6 കാലങ്ങളായിട്ട് ഫെബ്രുവരി മുതൽ ഫെബ്രുവരി വരെ, ദൈവത്തിന്റെ സ്തോത്രം, അങ്ങനെ തിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഒരു വർഷത്തെ അങ്ങനെയാണ് നമുക്ക് തരംതിരിക്കുവാൻ കഴിയുന്നത്. മനുഷ്യന്റെ ആയുസ്സിനെ നാം നോക്കിയാൽ മനുഷ്യന്റെ ആയുസ്സും ദൈവത്തിന്റെ സ്തോത്രം 5 കാലങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ദൈവം തരുന്ന ആയുസ്, ദൈവത്തിന്റെ സ്തോത്രം, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇങ്ങനെ അതിനെ 5 തിരിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയ ദൈവമക്കളെ, ഒരർത്ഥത്തിൽ നോക്കിയാൽ പ്രകൃതിയോടുള്ള ബന്ധത്തിലായിരുന്നാലും ആയുസ്സിനോടുള്ള ബന്ധത്തിലായിരുന്നാലും നാം നമ്മുടെ കർത്താവിനെ ഈ വിധത്തിൽ സ്തുതിച്ച്, അല്ലെങ്കിൽ ഈ വിധത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ളത്, യഹോവയിൽ ആശ്രയിക്കണമെന്നുള്ളത് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നതായ കാര്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ഭൂമിയിലായിരിക്കുന്ന ഒരു ദൈവ പൈതൽ എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കുന്നവനായിരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. പ്രത്യേകിച്ച് ഒരു ദൈവ പൈതലിന് അനുവദിക്കപ്പെടുന്നതായ കാലങ്ങളെ നോക്കിയാൽ ഒരു ശുഭകാലം ഒരു ദൈവ പൈതലിന് ദൈവം അനുവദിച്ചെന്നിരിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ശുഭകാലം ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിന്റെ സ്തോത്രം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം. മറുഭാഗത്ത് ഒരു ശുഭകാലത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ഭക്തനായ ഇയ്യോബ് വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഭക്തനായ ഇയ്യോബ് പറയുന്നതായ കാര്യം, അതെ, ഒരു ശുഭകാലത്ത് ഞാൻ ഈ വിധത്തിലൊക്കെ ആയിരുന്നുവെന്ന് പറയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. തിരുവചനത്തിലേക്ക് വരുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുകയാണ്, എൻ്റെ മക്കൾ, അത് എനിക്ക് ചുറ്റും ഉണ്ടായിരുന്നതായ ആ പണ്ടത്തെ പോലെയുള്ള ശുഭകാലത്തിൽ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന് പറയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഒരു ശുഭകാലത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ദൈവത്തിന്റെ സ്തോത്രം. 29-ാം അധ്യായം ആരംഭ വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം അവിടെ പറഞ്ഞിട്ടുള്ളത്, ദീപം പ്രകാശിച്ചതായ, തലയ്ക്ക് മീതെ പ്രകാശിച്ചതായ ഒരു ശുഭകാലം. വായിച്ചാട്ടെ. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും, എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും, സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും, സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും, എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എന്റെ ശുഭകാലത്തിലെ പോലെ. നോക്കുക, എന്റെ ശുഭകാലം എങ്ങനെയായിരുന്നുവെന്ന് അവിടെ പറയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഒന്ന്, ദീപം തലയ്ക്ക് പ്രകാശിച്ചു, ഇരുട്ടിലൂടെ നടന്നു,
കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യതയുണ്ടായിരുന്നു. സർവശക്തൻ എന്നോടുകൂടെ വസിച്ചു, മക്കൾ എൻ്റെ ചുറ്റുമിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഓർത്തെടുക്കുവാൻ കഴിയുന്നതും പ്രതീക്ഷിക്കുവാൻ കഴിയുന്നതുമായ ഒരു ശുഭകാലമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഈ ദീപം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമായി നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. 119 സങ്കീർത്തനം 105 വാക്യത്തിൽ അത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇരുട്ടിലൂടെ നടക്കുക എന്ന് പറയുമ്പോൾ 23 സങ്കീർത്തനത്തിൽ ഓർപ്പിച്ചിട്ടുള്ളതുപോലെ ദൈവത്തിന്റെ സ്തോത്രം, അതേ കൂരിരുൾ താഴ്വരയിലൂടെ നടക്കുന്നു. ഈ ഇരുട്ടെന്ന് പറയുന്നത് മരണ ഇരുളിൻ താഴ്വര. തമിഴിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, മരണ ഇരുളിൻ പള്ളത്താക്ക്. ദൈവത്തിന്റെ സ്തോത്രം. മരണ ഇരുളിൻ അല്ലെങ്കിൽ കൂരിരുൾ താഴ്വരയിലൂടെ കടക്കുമ്പോൾ ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം വെളിച്ചമായി നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. വീണ്ടും പറയുമ്പോൾ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത, ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഈ സഖ്യത എന്ന് പറയുന്നത്. ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രത്യേകത എന്താണ്? ദൈവത്തിന്റെ സാന്നിധ്യമുള്ളിടത്ത് വലിയ സ്വസ്ഥതയുണ്ടാകുവാനിടയായി തീരും. മോശയോട് പറയുന്നു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടി ഇരിക്കും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ നമുക്ക് സ്വസ്ഥത നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. സർവശക്തൻ എൻ്റെ കൂടെ വസിച്ചെന്നാണ് പറയുന്നത്. ഒരു വ്യക്തിപരമായിട്ട് ദൈവത്തോടുള്ളതായ ഇഴയടുപ്പത്തെ അത് കാണിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. തീരുന്നില്ല, മക്കൾ എൻ്റെ ചുറ്റും ഇരുന്നതായ, ചേർന്ന് ആത്മാവിൽ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്നതായ ചില അനുഭവങ്ങളെ പറ്റിയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് ഇയ്യോബ് പറയുകയാണ്, അതെൻ്റെ ശുഭകാലമായിരുന്നു. പലപ്പോഴും പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നമ്മൾ പലതിനെക്കുറിച്ചും ചിന്തിച്ചിട്ട് നമ്മളിപ്പോൾ ആയിരിക്കുന്ന ശുഭകാലത്തിന്റെ അനുഭവങ്ങൾ ഓർത്തെടുക്കുവാൻ കഴിയാതെ ഏതൊക്കെയോ വിധത്തില് മുന്നോട്ട് പോകുന്നവരാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ദൈവം നമ്മളെ ഒരു ശുഭകാലത്തിലൂടെ തന്നെയാണ് നടത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലോക്ക്ഡൗൺ ഉണ്ടായി. ആ കാലഘട്ടത്തില് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തതായ വിധത്തിൽ നാം നടത്തപ്പെടേണ്ടതായിട്ട് വന്നു. ദൈവത്തിന്റെ സ്തോത്രം. അവിടെവിടങ്ങളിലായി ഒറ്റപ്പെട്ടു പോയി, ഒരുമിച്ച് ആരാധിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. ഞാൻ ഇന്ന് ഓർക്കുന്നതായ ഒരു കാര്യം, ലോക്ക്ഡൗൺ ആരംഭിച്ച ദിവസം മുതൽ വിശ്വാസ ഭവനത്തിൽ വിശുദ്ധന്മാരാൽ ക്രമീകരിച്ചതായ പ്രയർ ചെയിൻ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഓരോ ദിവസവും കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, ഒരു ആഴ്ചയും കൂടെ, ഒരാഴ്ചയും കൂടെ ഞങ്ങൾക്കൊന്ന് ഒരുമിച്ച് ദൈവജനത്തിന്റെ മുഖം കണ്ടൊന്ന് ആരാധിക്കുവാൻ ഒരു അവസരം തരണം. ദൈവത്തിന്റെ സ്തോത്രം. നമ്മളിൽ പലരും അത് ആഗ്രഹിച്ചിട്ടുണ്ടാകും. പ്രിയ ദൈവമക്കളെയെങ്കിലും ദൈവത്തിന്റെ കരുണയാൽ ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോൾ 4-ാമത്തെ വർഷത്തോളം നമുക്ക് 4 വർഷം തുടർന്നും ഇങ്ങനെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനുമുള്ള അവസരം തരികയാണ്. അപ്പോൾ ദൈവം നമുക്ക് അനുവദിച്ചിട്ടുള്ള ശുഭകാലമാണ് ഒരർത്ഥത്തിൽ ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയുക. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ശുഭകാലത്തിൽ എങ്ങനെയായിരുന്നുവെന്നുള്ളതും ഇയ്യോബ് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതിൻ്റെ 6-ാം വാക്യം മുതൽ വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അന്ന് എൻ്റെ കാൽ വെണ്ണ കൊണ്ട് കഴുകിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വെണ്ണ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? തിരുവചനത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സദൃശവാക്യങ്ങൾ 30-ാം അധ്യായം 33-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പാൽ കടഞ്ഞാൽ വെണ്ണയുണ്ടാകുമെന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പാലെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തെയാണ്. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അത് ദൈവവചനത്തെയാണ് കാണിക്കുന്നത്. പാൽ കടഞ്ഞാൽ വെണ്ണയുണ്ടാകും. അപ്പോൾ അതേ, എൻ്റെ കാൽ വെണ്ണ കൊണ്ട് കഴുകി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം എന്താണ്? ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അതിൻ്റെ ആശയം ദൈവിക വെളിപ്പാടാണ്. ദൈവത്തിന്റെ സ്തോത്രം. എൻ്റെ കാലുകൾ വെണ്ണ കൊണ്ട് കഴുകി, എൻ്റെ നടപ്പ് ദൈവിക വെളിപ്പാടിനാൽ തന്നെ, ദൈവം തന്നതായ ആ വാഗ്ദത്തങ്ങളിലുള്ള വെളിപ്പാടിനാൽ തന്നെ എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞുവെന്നുള്ളത് അവിടെ അർത്ഥമാക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്ര. തിരുവചനത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്, വെളിപ്പാടില്ലാത്ത എടുത്ത് ജനം
മര്യാദ കെട്ട് നടക്കും. ദൈവത്തിന്റെ സ്തോത്രം. ചില ദിവസങ്ങൾക്ക് മുമ്പ് വർത്തമാന പത്രത്തിലും ഈ വചനത്തെ ആധാരമാക്കി കാഴ്ചപ്പാടിൽ ഒരു ഭാഗം എഴുതിയതായിട്ട് കാണുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ദൈവത്തിന്റെ വെളിപ്പാട് നമുക്ക് തരുന്നു. വെളിപ്പാടില്ലാത്തടുത്ത് ജനം മര്യാദ കെട്ട് നടക്കും. പക്ഷേ വെളിപ്പാടുണ്ടെങ്കിൽ അതേ യോബ് പറയുന്നത് എൻ്റെ കാൽ വെണ്ണ കൊണ്ട് കഴുകി എന്നാണ്. ദൈവിക വെളിപ്പാടിൽ അതേ ശ്രദ്ധയൂന്നി ജീവിക്കുന്നതായ ഒരു അനുഭവം. അടുത്തതായിട്ട് നോക്കുമ്പോൾ പാറകൾ എനിക്ക് തൈലനദി ഒഴുക്കി തന്നുവെന്ന് പറയുകയാണ്. തൈലനദി ഒഴുക്കി തരുന്നത് ഒരു ശുഭകാലത്തിൻ്റെ അനുഭവമാണ്. ഈ തൈലമെന്ന് പറയുന്നത് യെരമ്യാ പ്രവചനം 8-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് ഒരു രോഗശമനത്തിന് തരുന്നതായ ദൈവിക സലകലതാണ്. രോഗശാന്തിയുടെ അനുഭവമായിട്ട് നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും കഴിയുന്നുണ്ട്. അപ്പോൾ പ്രിയ ദൈവമക്കളെ, ശുഭകാലത്ത് ദൈവിക വചനത്തിൻ്റെ വെളിപ്പാട് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധന്മാരാൽ നമുക്കത് ലഭിക്കുന്നു. ഇന്നും കൃപയാൽ അത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് അത് രോഗശാന്തി. ദൈവത്തിന്റെ സ്തോത്രം. പാറകൾ എനിക്ക് തൈല നദി ഒഴുക്കി തന്നുവെന്ന് പറയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ദൈവിക രോഗശാന്തിയുടെ അനുഭവം ഇന്നും നമുക്ക് നമ്മുടെ കർത്താവ് തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ആ പാറ എന്ന് പറയുന്നത് അടിക്കപ്പെട്ട പാറയായ ക്രിസ്തുവാണ്. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ നിന്ന് അതേ ആണിപ്പഴുതുള്ളതായ കരം നമുക്കായി നീട്ടുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വരുന്നു. ആ തിരിച്ചോരയാൽ നമുക്ക് വിടുതലുണ്ടാകുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്നും ആ യേശുവിൻ്റെ രോഗശാന്തിയുടെ ശക്തിയാകുന്ന അടിപ്പിണർ, ദൈവത്തിന്റെ സ്തോത്രം, അത് പൂർണ്ണ ശക്തിയോടെ നമ്മൾ വ്യാപരിക്കുന്നു. ചില സാക്ഷ്യങ്ങൾ നമ്മൾ ഇതിനോടകം കേട്ടു. ദൈവത്തിന്റെ സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ വർഷങ്ങളോളം രോഗികളായിരുന്നിട്ടും ദൈവം അത്ഭുതമായി സൗഖ്യമാക്കി ഇന്നിവിടെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നത്. ദൈവത്തിന്റെ സ്തോത്ര. സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ ദൈവിക ശക്തിയാൽ വിടുതൽ കൊടുത്തതിനെ പറ്റി ദൈവത്തിന്റെ സ്തോത്രം നാം കേൾക്കുവാനിടയായി. പ്രിയ ദൈവമക്കളെ, ഇന്നും ആ പാറയിൽ നിന്ന് തൈലനദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതേ ആ തൈലനദിയാൽ നമുക്ക് ഇന്നും സൗഖ്യം പ്രാപിക്കാം. അതേ ഏറ്റുകൊള്ളുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതേ, നമ്മുടെ ശുഭകാലം ഇന്നും കൃപയാൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ ശുഭകാലത്തിൽ നാം ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ നാം ആശ്രയിക്കുക. അതേ, രോഗമോ കഷ്ടമോ ബലഹീനതകളോ വരുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, അതേ കർത്താവിൽ ആശ്രയിക്കുക. പാറകൾ തൈല നദി ഒഴുക്കി തരുന്നു. അടിക്കപ്പെട്ട പാറയായ ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ രോഗശാന്തി ഇന്നും നമ്മുടെ ജീവിതത്തിൽ അതേ അന്വർത്ഥമാകുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് മാത്രം തീരുന്നില്ല. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ആ 29-ാം അധ്യായത്തിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അതേ താൻ ഒരു പ്രത്യേക രീതിയിൽ പട്ടണത്തിലോട്ട് ചെല്ലുമ്പോൾ അതേ അവിടെ നിൽക്കുന്നവരൊക്കെ വാവൊത്തുമെന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. വാവൊത്തുമെന്നാണ് പറയുന്നത്. അതേ, മറ്റുള്ളവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ എന്ത് ചെയ്യും? എഴുന്നേറ്റ് നിൽക്കുന്നതായ ഒരനുഭവം. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ കൊല്ലം ജില്ലയുടെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് 17 മാസം ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. കൊല്ലം ജില്ലയിലെ ഏറ്റവും ഉയർന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അച്ചൻകോവിലാണ് കേട്ടോ. ദൈവത്തിന്റെ സ്തോത്രം. അതൊരു ഗ്രാമവാസികളാണ്. ദൈവത്തിന്റെ സ്തോത്രം. 800ഓളം കുടുംബങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അതേ ഒരു ഒരു ചെറിയ ഒരു 2 ആര്യങ്കാവ് പഞ്ചായത്തിന്റെ 2 വാർഡ്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്യുന്നതായ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ദൈവത്തിന്റെ സ്തോത്രം, ആ ദേശത്തിലെ തദ്ദേശീയരായ മനുഷ്യര്, ദൈവത്തിന്റെ സ്തോത്രം, അവർ ഏത് സാഹചര്യത്തിലാണെങ്കിലും വിശ്വാസഭവനത്തിന് മുമ്പിലൂടെ പോയാൽ അവരൊന്നും വണങ്ങും. ശുശ്രൂഷകരായ സഹോദരിമാരാണേലും ഞങ്ങൾ ആരെങ്കിലും പുറത്ത് നിന്നാൽ പുരുഷന്മാർ നടന്നു പോകുന്നെങ്കിൽ അവരുടെ ആ മുണ്ട് ദൈവത്തിന്റെ സ്തോത്രം താത്തിടും. അതേ, ഒന്ന് വണങ്ങി എന്നിട്ടേ അവർ പോകത്തുള്ളൂ. അപ്പോൾ ഒരു മാന്യതയെ പറ്റി നമുക്ക് അവിടെ കാണുവാൻ കഴിയുകയാണ്. ആ വാക്യം ഒന്ന് വായിക്കാമോ? ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7-ാം വാക്യം വായിക്കും. ഞാൻ പുറപ്പെട്ട് പട്ടണവാതിൽക്കൽ ചെന്നു. വിശാല സ്ഥലത്ത് എന്റെ ഇരിപ്പിടം വെക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കും. നോക്ക്, യൗവനക്കാർ കണ്ടിട്ട് ഒളിക്കും.
വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും. വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും. പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായ് പൊത്തും. നോക്കുക, ഇയ്യോബിന്റെ ശുഭകാലത്ത് അവൻ ഉണ്ടായിരുന്നതായ ആ മാന്യത, ദൈവത്തിന്റെ സ്തോത്രം, സമൂഹത്തിൽ മാന്യതയുണ്ടായിരുന്നു. താഴോട്ട് വരുമ്പോൾ അടുത്തൊരു ഭാഗമുണ്ട്, എല്ലാം വിശദീകരിപ്പാൻ സമയം പോരാ. നല്ല സാക്ഷ്യമുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ്, സാക്ഷ്യമെന്ന് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, കൃപയാൽ ഇന്ന് ദൈവം നമുക്ക് ഈ ദേശത്തിൽ ഒരു ശുഭകാലമാണ് അനുവദിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. പലപ്പോഴും പരസ്യയോഗങ്ങൾക്കൊക്കെയും കടന്നു പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതേ, ഓരോ ജംഗ്ഷനുകളിലൊക്കെയും എത്രയോ ആദരവോടുകൂടെയാണ് അതേ പുറത്തുള്ളവർ നമ്മളെ സ്വീകരിക്കുന്നത്. പറയുന്നതായ വാക്കുകൾ മുഴുവനും കേട്ട് അതേ അവർ അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ നമ്മളോട് അങ്ങേയറ്റം സഹകരണം കാണിക്കുന്നത് പലപ്പോഴും ഈ കാലങ്ങളിൽ ശ്രദ്ധിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, ഇതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു നല്ല സാക്ഷ്യം, ദൈവത്തിന്റെ സ്തോത്രം, ദേശത്തിന്റെ മധ്യത്തിൽ ഒരു നല്ല സാക്ഷ്യം, അതുപോലെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് നല്ല സാക്ഷ്യം, കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ കോളേജുകളിൽ നല്ല സാക്ഷ്യം, നമ്മുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നല്ല സാക്ഷ്യം, ഇതൊക്കെയും ദൈവം നമുക്ക് തരുന്നു. എത്ര പ്രത്യാശ നിറഞ്ഞതായ അനുഭവമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇത് നമ്മുടെ ശുഭകാലമെന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ദൈവവചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്കൊരു ശുഭകാലത്തിലൂടെ നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ശുഭകാലത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ ശുഭകാലത്തിൽ നാം ദൈവത്തിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നല്ലോ. ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ ശുഭകാലത്തിൽ നാം ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ എന്ത് ചെയ്യുമെന്നാണ് 85-ാം സങ്കീർത്തനത്തില് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവരുടെ ശുഭകാലം എന്നേക്കും നിലനിൽക്കുമായിരുന്നു. ശുഭകാലം എന്നേക്കും നിലനിൽക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യം ഒരേ ഒരു മാനദണ്ഡമാണ് തന്നിരിക്കുന്നത്. 85-ലാണോ? ദൈവത്തിന്റെ സ്തോത്രവാക്യം ഒന്ന് വായിച്ചാട്ടെ. 81-ാം സങ്കീർത്തനം വായിക്കും. യഹോവയെ ഭയക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു, എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു ശുഭകാലത്തിന്റെ അനുഭവങ്ങൾ ഞാൻ ഓർപ്പിച്ചു. ഇത് എന്നേക്കും നിൽക്കണമെങ്കിൽ 81-ാം സങ്കീർത്തനത്തിൽ ഒരു മാനദണ്ഡം കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക. ഹല്ലേലൂയാ. ശക്തിയോടൊരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. അതേ, നമ്മുടെ കർത്താവ് നമുക്കിപ്പോൾ ഒരു ശുഭകാലം തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഈ ശുഭകാലത്ത് ശുഭകാലത്തിന്റെ അനുഭവങ്ങൾ എന്താണ്? ഒന്ന്, ദീപം തലയ്ക്ക് പ്രകാശിക്കുന്നു. ഇരുട്ടിലൂടെ നാം നടക്കുന്നു. കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യതയാകുന്ന ദൈവിക സ്വസ്ഥത, ദൈവ സാന്നിധ്യം നമുക്ക് തരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. സർവശക്തൻ എന്നോടുകൂടെ വസിക്കുന്നു, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം. മക്കൾ ചുറ്റും ഇരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഒരുമിച്ച് ആരാധിക്കുന്നു, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെ ഒരു ശുഭകാലം നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. ഇത് നിലനിൽക്കണമെങ്കിൽ പ്രിയ ദൈവമക്കളെ, തന്നിരിക്കുന്ന മാനദണ്ഡമാണ് അതേ വായ് വിസ്താരത്തിൽ തുറക്കാം. ദൈവത്തിന്റെ സ്തോത്രം. വായ് വിസ്താരത്തിൽ തുറക്കണം. ഇന്ന് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം അത് അത്രത്തോളം ഒരു രസകരമായ കാര്യമായിട്ട് പലയിടങ്ങളിലും ദൈവത്തിന്റെ സ്തോത്രം തോന്നുന്നില്ല എന്ന് ഈ നാളുകളിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ പ്രിയ ദൈവമക്കൾ, ഇതിനോട് ചേർത്തൊരു വാക്ക് പറയട്ടെ. ഒരു ദൈവ പൈതലിന്, പ്രത്യേകിച്ച് പെന്തക്കോസ്തിൽ ആയിരിക്കുന്ന ദൈവമക്കളായ നമുക്ക് തന്നിട്ടുള്ളതായ സംസ്കാരമെന്ന് പറയുന്നത് തന്നെ അഭിഷേക തൈലമെന്ന സംസ്കാരമാണ്. അഭിഷേക തൈലമെന്ന സംസ്കാരം അവന്റെ തലമേലിരിക്കുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അതേ, പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്ക് കൊടുത്തതായ സംസ്കാരമാണത്. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങൾ രാജകീയ പുരോഹിത വർഗമായി അത് ചേർക്കപ്പെട്ടപ്പോൾ നമ്മുടെ തലമേലും അഭിഷേക തൈലം എന്നൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരമുള്ളവരായ നമ്മൾ എന്ത് ചെയ്യണം? വായ് തുറന്ന് ദൈവത്തെ
സ്തുതിക്കണം, വായ് തുറന്ന് ദൈവത്തെ ആരാധിക്കണം, വായ് തുറന്ന് നമ്മുടെ ദൈവത്തെ പാടേണം, വായ് തുറന്ന് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ശുഭകാലം കർത്താവിന്റെ വരവ് വരെ നിലനിൽക്കുവാൻ ഇടയായി തീരും. ആ ശുഭകാലം നമ്മെ വിട്ട് അന്യമാക്കപ്പെടത്തില്ല. അത് നിശ്ചയമായിട്ട് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ കർത്താവ് നമുക്കൊരു ശുഭകാലത്തിലൂടെ സഞ്ചരിക്കുവാൻ അതെ ഈ കാലത്ത് ഒരു അനുവാദം, ഒരു അവകാശം തന്നിരിക്കുന്നു. ഇത് നമുക്ക് നിലനിർത്തുന്നവരായി തീരാം. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെയും, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തില് അഥവാ ശുഭകാലത്തിന് ബദലായിട്ട് അവനൊരു കഷ്ടകാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ദൈവത്തിന് സ്തോത്രം. കഷ്ടകാലത്തിലൂടെ കടന്നു പോകുന്നതായ ഒരു കൂട്ടം പേരും ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് തന്നിട്ടുള്ള എല്ലാ കാലത്തും നാം ദൈവത്തിൽ ആശ്രയിക്കുക. അപ്പോൾ ഒന്നാമതായിട്ട് ശുഭകാലത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുക. ശുഭകാലത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തിനോട് വായ് വിസ്താരത്തിൽ തുറന്ന് അങ്ങനെ എന്നേക്കും അത് നിലനിർത്തുവാൻ വേണ്ടി നമ്മൾ ഈ നാളുകളിൽ തീരുമാനിക്കുക. മറുഭാഗത്ത് കഷ്ടകാലം ദൈവം അനുവദിച്ചെന്നിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. 50-ാം സങ്കീർത്തനം 15-ാം വാക്യം, 91-ാം സങ്കീർത്തനം 15-ാം വാക്യം, ഇവിടെയൊക്കെയും നമുക്ക് കഷ്ടകാലത്തെ പറ്റി നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദൈവത്തിന്റെ സ്തോത്രം. കഷ്ടകാലത്ത് നാം വിളിച്ചപേക്ഷിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. മനുഷ്യർക്ക് കഷ്ടകാലമൊക്കെ നേരിട്ടെന്നിരിക്കും. നമുക്ക് ചില നാളുകൾക്ക് മുമ്പ് നമുക്കറിയാം, 2020 ആണ്ട് മാർച്ച് മാസം 22-ാം തീയതി മുതൽ നമ്മുടെ രാജ്യം ഒരു ലോക്ക്ഡൗണിലേക്ക് വരുവാനിടയായി തീർന്നു. എല്ലാവർക്കും ഒരു കഷ്ടകാലം. ഞാൻ ഇന്നും വളരെ ശക്തമായിട്ട് ഓർക്കുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അന്ന് പുനലൂർ സെൻറ്ററിൻ്റെ മാസയോഗം, ഞാൻ അന്ന് പുനലൂരാണ്, പുനലൂർ സെൻറ്ററിലെ മാസയോഗം നടക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അതിന് തലേയാഴ്ച നടന്നതായ ആ മാസയോഗത്തിന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത് 2020 ആണ്ട് മാർച്ച് മാസം 7-ാം തീയതി നടന്ന മാസയോഗത്തിന് ദൈവത്തിൻ്റെ സ്തോത്രം, ഞങ്ങൾ ചില സഹോദരങ്ങൾ കിച്ചണിൽ ജോലിയൊക്കെ ചെയ്തിട്ട് അതേ മാസയോഗത്തിന് ഉള്ള സമയത്ത് ഇരിക്കുവാൻ വന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഞങ്ങളുടെ കൂടെ കിച്ചണിൽ ഉണ്ടായിരുന്ന ഒരു എന്നെക്കാളും മുതിർന്ന ഒരു സഹോദരനാണ്. പെട്ടെന്ന് തന്നിൽ ഒരു ആത്മശക്തി വ്യാപരിച്ചിട്ട് താൻ ഇങ്ങനെ പറയുവാനിടയായി, കേൾക്കുന്നവന്റെ ചെവി രണ്ടും മുഴങ്ങുന്നതായ ചില സംഭവങ്ങൾ ഞാൻ ദേശത്ത് അയക്കുമെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പറഞ്ഞു തീർന്നില്ല. ഒറ്റയാഴ്ച, ദൈവത്തിന്റെ സ്തോത്രം, ഒറ്റയാഴ്ച കേൾക്കുന്നവന്റെ ചെവി മുഴങ്ങുന്ന സംഭവം ഉണ്ടായി. ആ സംഭവം ഞാൻ വിശ്വസിക്കുന്നത് ശുശ്രൂഷയോടുള്ള ബന്ധത്തില് അതേ ഞാൻ ചിന്തിക്കുന്നത്, ഇനി ആരാധന നടത്തരുതെന്ന് പറഞ്ഞതായ ആ കൽപ്പനയാണ് ആ ചെവി മുഴക്കുന്നതായ ആ സംഭവം എന്ന് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, അത് സംഭവിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. അത് നമ്മുടെ ഇടയിൽ നടന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പറഞ്ഞു, ഇനി നിങ്ങൾ ആരാധിക്കരുത്, 50 പേരിലധികം കൂടരുത്, പിന്നെ അത് 20 പിന്നെ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. വീട്ടിനുള്ളിൽ പോലും എന്ത് ചെയ്യണം? അത് അകലം പാലിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. എന്തോ ഒരു കാലമായിരുന്നു. വിദേശത്തു നിന്നൊക്കെ കടന്നു വന്ന പാവപ്പെട്ടവർ വല്ല മുട്ടായിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതുപോലും വീട്ടിലുള്ളവർ പോലും എടുക്കാതെ. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്ര ഭയങ്കരമായിരുന്നു. ഇതുപോലൊരു കഷ്ടകാലം നമ്മുടെ ആയുസ്സിൽ മറ്റൊന്ന് നമ്മൾ നേരിട്ടിട്ടില്ലായിരിക്കും. അങ്ങനെ നമ്മുടെ രാജ്യം ഉൾപ്പെടെ ദൈവത്തിൻ്റെ സ്തോത്രം എല്ലാ രാജ്യങ്ങളും അവരുടെ രാജ്യങ്ങൾ അടച്ചു. ഒന്നാമത് ആരാധനാലയങ്ങൾ അടച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ ആഫ്രിക്കയിലെ ഒരു ദരിദ്ര രാഷ്ട്രമായ ടാൻസാനിയ, ദൈവത്തിൻ്റെ സ്തോത്രം, അന്നത്തെ ടാൻസാനിയയുടെ പ്രധാനമന്ത്രി ജോൺ മഗുൽഫി എന്ന വ്യക്തിയായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. താന് ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് താൻ ഒരു വാർത്താ സമ്മേളനം നടത്തി. ദൈവത്തിൻ്റെ സ്തോത്രം. ആ വാർത്താ സമ്മേളനത്തിൽ താൻ പറഞ്ഞതായ വാക്കിതാണ്: നമുക്ക് ആധുനികമായ വൈദ്യ സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ സാമ്പത്തികമായിട്ടും വികസിച്ചൊരു രാഷ്ട്രമല്ല. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ചെയ്യാം, നമ്മുടെ ആലയങ്ങൾ തുറന്നു കിടക്കട്ടെ, നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. അതേ, അവരെല്ലാവരും അതേ ആലയത്തിൽ തുടർച്ചയായിട്ട് പോയി ആരാധിക്കുവാൻ തുടങ്ങി. സംഭവിച്ചതായ കാര്യം എന്താണെന്നറിയാമോ? 2020 ആണ്ട് ജൂൺ മാസം 8-ാം തീയതി നമ്മുടെ എല്ലാ ഓർമ്മയിലുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ ഭാരതത്തിൽ അതേ ആരാധനാലയങ്ങൾ ചില പ്രോട്ടോക്കോളോടുകൂടെ
തുറക്കുവാനുള്ള അനുവാദം കൊടുത്തു. 5 പേർ 10 പേർക്ക് കൂടാം. കൈ കഴുകാനുള്ളതായ കാര്യങ്ങൾ, പിന്നെന്താണ് സാനിറ്റൈസേഷന് വേണ്ടുന്നതായ കാര്യങ്ങൾ എല്ലാം ദൈവത്തിന്റെ സ്തോത്രം. എല്ലാവരുടെയും കയ്യിൽ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നല്ലോ. ഒരു ചെറിയ കുപ്പി ഇങ്ങനെ വെച്ചുകൊണ്ട് എന്തൊരു പേടിയായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഈ ജൂൺ മാസം 8-ാം തീയതി ഈ ടാൻസാനിയയിൽ ഒരു സംഭവം ഉണ്ടായി. നമുക്ക് ഭാഗികമായിട്ട് എല്ലാം ഒന്ന് തുറക്കപ്പെട്ടപ്പോൾ ടാൻസാനിയയിൽ ഉണ്ടായ സംഭവം എന്താണെന്ന് അറിയാമോ? ഇതുപോലൊരു വാർത്താ സമ്മേളനം വിളിച്ചു. അതേ പ്രധാനമന്ത്രി ജോൺ മംഗുൽഫി തന്നെ താൻ ഇങ്ങനെ പറയുവാനിടയായി, നമ്മുടെ രാജ്യം കൊറോണ വിമുക്തമായിരിക്കുന്നു, നമ്മുടെ രാജ്യത്തിൽ ഇനി അങ്ങനെ ഒരു അണുവില്ല. ഹല്ലേലൂയാ. കഷ്ടകാലത്ത് ദൈവത്തിൽ ആശ്രയിച്ച രാജ്യത്തെ ദൈവം മാനിച്ചത് എത്ര ഭയങ്കരമാണ്. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നമ്മുടെയും കഷ്ടകാലത്ത് നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ, തിരുവചനം പറയുന്നത് കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനെ വിടുവിക്കും, അതേ എന്നെ അവൻ മഹത്വപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകം അത് വിവിധമായ നിലകളിൽ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആലയങ്ങൾ തുറന്നു കിടക്കട്ടെ, നമുക്ക് നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കാമെന്ന് പറഞ്ഞതായ ഒരു ഭരണ അധികാരിയെയും ദരിദ്രരായ ജനങ്ങളെയും നമ്മുടെ ദൈവം എത്രത്തോളം സഹായിച്ചുവെന്നുള്ളത് എത്ര അത്ഭുതമായിരിക്കുന്നു. ഈ ദൈവത്തിലാണ് നമ്മളും ആശ്രയിക്കുന്നത്. ആ കാലങ്ങളിൽ അധികാരികളുടെ വാക്കിൻ പ്രകാരം നമ്മളും മൗനമായിരിക്കേണ്ടി വന്നു. എങ്കിലും ദൈവജനം അടങ്ങിയിരുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. ദൈവജനം അടങ്ങിയിരുന്നില്ല. അവരൊരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. വീടുകൾ ആലയമായി മാറ്റപ്പെട്ടു. അതിന്റെ ഫലമായി ദൈവം നമുക്ക് വീണ്ടും ഈ അവസരം തന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ കഷ്ടകാലത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി നമുക്ക് തീരാ. നമ്മുടെ കർത്താവ് നമ്മെ വിടുവിക്കുവാൻ ശക്തനാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടൊരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ പ്രിയ ദൈവമക്കളെ, കഷ്ടകാലത്ത് നാം നമ്മുടെ ദൈവത്തെ അത് വിളിച്ചപേക്ഷിക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ എന്ന് പറയും. നമ്മളെപ്പോഴും കഷ്ടം എന്ന് പറയാറുണ്ട്. എന്താണ് ഈ കഷ്ടങ്ങൾ? ദൈവത്തിന്റെ സ്തോത്രം. 31-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഈ കഷ്ടങ്ങളെ പറ്റി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം എന്താണ് കഷ്ടങ്ങൾ എന്നുള്ളതായ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. 9-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. യഹോവേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇനി ആ കഷ്ടത്തിന്റെ ഒരു പരമ്പര തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിന്റെ വാക്കുകൾ മാത്രം വായിക്കാം. താഴോട്ട് നിങ്ങൾ ഒരു 20-ാം വാക്യം വരെ വായിക്കുമ്പോൾ, 14-ാം വാക്യം വരെയൊക്കെ വായിക്കുമ്പോൾ കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഒന്ന്, ദുഃഖിപ്പിക്കുന്ന, നെടുവീർപ്പെടുത്തുന്നതായ, ക്ഷീണിപ്പിക്കുന്നതായ, ക്ഷയിപ്പിക്കുന്നതായ, നിന്ദയ്ക്ക് ഏൽപ്പിക്കുന്നതായ, മറ്റുള്ളവർ മറന്നു പോകുന്നതായ, മാത്രമല്ല ഉടഞ്ഞ പാത്രം പോലെ തകർക്കപ്പെട്ടതായ ദൈവത്തിന്റെ സ്തോത്രം അനുഭവങ്ങളിലൂടെ കടന്നു പോകുകയാണ്. 9-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ നിങ്ങൾ തുടർച്ചയായിട്ടൊന്ന് വീടുകളിൽ പോയിരുന്ന് വായിച്ചു നോക്കിയാട്ടെ. അതിന്റെ ആഴം നമുക്ക് ഗ്രഹിക്കാം. എന്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടങ്ങൾ എന്നുള്ളത്, കഷ്ടകാലം എന്നുള്ളത് അവിടെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, എന്നാൽ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്ക് പറയുന്നു. വായിച്ചാട്ടെ. എങ്കിലും യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു. നീ എന്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. നീ എന്റെ ദൈവമെന്ന കഷ്ടകാലത്ത് നാം പറയുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കഷ്ടത്തിൽ നിന്നും വിടുവിച്ചു. വായിക്കാമോ? നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ചു. ആ മനുഷ്യന്റെ കൂട്ടുകെട്ടാകുന്ന കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു. നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. നിന്നെ സാന്നിധ്യത്തിൽ മറച്ചു. നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച്. നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ചു. ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിച്ചു. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതേ കഷ്ടകാലത്തിൽ നാം വിളിച്ചപേക്ഷിച്ചാൽ, എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അത് നിശ്ചയമായിട്ട് നമ്മെ വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ ദൈവസന്നിധിയിൽ ഈ ആലയത്തിൽ തുടരുമ്പോൾ നമ്മുടെ ദൈവം നമ്മെ കഷ്ടകാലത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമെന്ന് ഇവിടെ നമുക്ക് ഉറപ്പിച്ചു തരികയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഒരുപക്ഷെ നമ്മൾ ഈ കഷ്ടകാലത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം നമ്മളെ വേട്ടയാടുന്ന പല പ്രശ്നങ്ങളുണ്ട്. എന്നാൽ കഷ്ടകാലത്തിൽ നിന്ന് നമുക്ക് ശുഭകാലത്തിലേക്ക് തിരികെ വരണം. എന്ത് ചെയ്യുവാൻ സാധിക്കും?
ഒരുവന് ശുഭകാലത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വിശുദ്ധ പത്രോസ് ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അതേ ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ എന്ന് പറഞ്ഞിട്ട് അവനോട് പറയുകയാണ്, അവൻ എന്ത് ചെയ്യണം? ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളണം. അപ്പോൾ കഷ്ടതകൾ വരുമ്പോൾ നമ്മുടെ നാവ് ചിലപ്പോൾ ദോഷം പറയാൻ തക്കവണ്ണം, ദൈവത്തിന്റെ സ്തോത്രം, വ്യാജം പറയാൻ തക്കവണ്ണം ഇങ്ങനെ എന്ത് ചെയ്യും? ഹൃദയം ഇങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ വചനം പറയുന്നു, നീ ശുഭകാലം ആഗ്രഹിക്കുന്നെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? നാവിനെ ദോഷത്തിനായി വിട്ടുകൊടുക്കരുത്. ദൈവത്തിന്റെ സ്തോത്രം. അത് ദോഷം പറയാതെ നിന്റെ നാവിനെ സൂക്ഷിക്കണം. വ്യാജം പറയാതെ നിന്റെ നാവിനെ നീ കാത്തുകൊള്ളണം. അങ്ങനെ നാം സൂക്ഷിക്കുമ്പോൾ നിശ്ചയമായിട്ട് തിരുവചനം പറഞ്ഞിരിക്കുന്നതായ വാക്ക് ശ്രദ്ധിക്കുക, അത് നിനക്കൊരു ശുഭകാലത്തിലേക്ക് വരുവാൻ കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടാകും, എന്താണ് നമ്മൾ ഈ ഇങ്ങനെയൊക്കെ ഉള്ളതായ സമയത്ത് പറയുന്ന ദോഷം എന്താണ്? ദൈവത്തിന്റെ സ്തോത്രം. പ്രവാചകനായ യിരെമ്യാവിന് ജീവിതത്തിൽ അവന്റെ പേരെ കണ്ണുനീരിന്റെ പ്രവാചകൻ എന്നാണ്. ദൈവത്തിന്റെ സ്തോത്രം. സങ്കടവും കഷ്ടതയും ഒക്കെയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഒരിക്കല് ദൈവത്തോട് താൻ പറഞ്ഞതായ പരാതി, ഞാൻ കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്നിട്ടില്ല, കാരണം കുഞ്ഞിലെ പിടിച്ച് എന്ത് ചെയ്തു? പ്രവാചകനാക്കി. അപ്പോൾ എന്താണ്? ഓടിക്കളിക്കുന്ന കുട്ടികളുടെ കൂടെ കളിക്കാനൊന്നും പുള്ളിക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ അതേ താൻ ഇങ്ങനെ പറയുകയാണ്, നീ എന്നെ സമ്മതിപ്പിച്ചു, ഞാൻ സമ്മതിച്ചു പോയി. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെയൊക്കെ ഉള്ളതായ അവസ്ഥകളാണ് ഈ പ്രവാചകനായ യിരെമ്യാവിനുള്ളത്. അപ്പോൾ പ്രിയ ദൈവമക്കളെ, യിരെമ്യാവ് ദൈവത്തോട് പറഞ്ഞതായ വാക്ക് ഇപ്രകാരമാണ്. യിരെമ്യാ പ്രവചനം 15-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ പറയുന്നതായ കാര്യം, നീ ഒന്ന് അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിക്ക്. ദൈവത്തിന്റെ സ്തോത്രം. അധമമായത് ഉപേക്ഷിച്ചിട്ട് ഉത്തമമായത് നീ പ്രസ്താവിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും നീ എൻ്റെ വായായിരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഈ അധമം എന്നുള്ളതായ കാര്യം, അധമം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം നിന്ദ്യമായത് എന്നാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നിന്ദ്യമായത്, താഴ്ന്ന, മോശമായ വാക്കുകൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെ പറയുന്നതായ അധമമായ വാക്കുകൾ എന്തൊക്കെയാണ്? ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അവിടെ പറയുന്നതായ കാര്യം, നീ എനിക്ക് വറ്റുന്നതായ ഒരു തോട് പോലെ. ദൈവത്തിന്റെ സ്തോത്രം. ആ വാക്യങ്ങളൊന്ന് വായിക്കാമോ? 15-ാം വാക്യമാണോ അവിടെ പറയുന്നത്? നീ എനിക്ക് ചതിക്കുന്ന തോട് വറ്റിപ്പോകുന്ന ഉറവ പോലെ ആയല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. വായിക്കാം 18-ാം വാക്യം. നീ എനിക്ക് ചതിക്കുന്ന തോടും വറ്റിപ്പോകുന്ന വെള്ളവും പോലെ ആയിരിക്കുമോ? ഓ, നീ എനിക്ക് ചതിക്കുന്ന തോട് വറ്റിപ്പോകുന്ന വെള്ളം പോലെ ആയിരിക്കുന്നുവെന്ന് ഇവിടെ പരാതി പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. തന്റെ സങ്കടം ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തോട് പറയുകയാണ്. 18-ാം വാക്യത്തിൽ പറയുന്നത്, എന്റെ വേദന നിരന്തരമാണ്, എന്റെ വേദന നിരന്തരവും എന്റെ മുറിവ് പൊറുക്കാതെ വെണ്ണം വിഷമവും ആയിരിക്കുന്നു എന്ന്. ഈ സമയത്ത് ദൈവത്തിന്റെ സ്തോത്രം, അവൻ മുറിപ്പെട്ടവനാണ്, അവൻ വിഷമമുള്ളവനാണ്, ഭാരത്തോടിരിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത്, ഓ എന്റെ മുറിവ് ദൈവത്തിന്റെ സ്തോത്രം അത് പൊറുക്കത്തില്ല. എൻ്റെ വേദന നിരന്തരമാണ്, എൻ്റെ വേദന ഒരിക്കലും മാറത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതായ പ്രവാചകനോട് ദൈവം പറയുന്നു, നീ ഒരു കാര്യം ചെയ്യ്, നീ അധമമായ ഈ മോശമായ വാക്ക് ഉപേക്ഷിച്ചിട്ട് ഉത്തമമായത് പ്രസ്താവിക്ക്. ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് നീ ഉത്തമമായത് പ്രസ്താവിക്കേണ്ടത്? ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് പകൽക്കാല ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങൾ കഷ്ടകാലം വരുമ്പോൾ ഉത്തമമായത് പ്രസ്താവിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് ആ ഉത്തമമായത് പ്രസ്താവിക്കുന്ന അനുഭവം? അബ്രഹാം തന്റെ മകനുമായി കടന്നു പോകുമ്പോൾ, അവനെ യാഗം കഴിക്കേണ്ട സ്ഥലത്തോളം അടുക്കുമ്പോൾ അബ്രഹാം തന്റെ മകനോട് പറയുന്നു, ദൈവം കരുതിക്കൊള്ളും. ഉത്തമമായ വാക്കതാണ്, ദൈവം കരുതിക്കൊള്ളും. നമ്മുടെ ജീവിതത്തിൽ ആരും കരുതുവാനില്ലെന്ന് ചിന്തിക്കുമ്പോൾ ധൈര്യത്തോടെ പറയാം, ദൈവം കരുതിക്കൊള്ളും. ഹല്ലേലൂയാ. നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അടുത്തതായിട്ട് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവത്തിന്റെ സ്തോത്രം, അതേ എസ്രായും കൂട്ടരും ആലയം പണിയുവാൻ വേണ്ടി, അല്ല മതിൽ പണിയുവാൻ വേണ്ടി പ്രത്യേകിച്ച് അവർ കൂടപ്പെട്ടതായ സമയത്ത് സൻബല്ലത്ത്, തോബിയാവ് തുടങ്ങിയവരൊക്കെ വന്നിട്ട് ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് കല്ല് ജീവിപ്പിക്കപ്പെടുമോ എന്നൊരു ചോദ്യമൊക്കെ ചോദിച്ച് നിന്നയോടുകൂടിയും അപമാനത്തോടുകൂടിയും കൂടെയുള്ളവരുടെ ഹൃദയത്തെയും കൂടെ തകർക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു.
എന്നാൽ ആ പ്രത്യേകമായ സാഹചര്യത്തിൽ എസ്രാ പറയുന്നതായൊരു വാക്കുണ്ട്. അത് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നു? അതെ, നിങ്ങളുടെ കണ്ണുകൾ അടച്ച് സ്വർഗത്തിലേക്കൊന്ന് കൈ ഉയർത്താമോ? സ്വർഗത്തിലെ ദൈവം എനിക്ക് ഈ കാര്യം സാധിപ്പിച്ചു തരും. ചുറ്റുമെല്ലാം പ്രതികൂലമായിരിക്കും, എല്ലാം പ്രതിസന്ധിയായിരിക്കും. കഷ്ടകാലത്തിലൂടെയാണ് നീ കടന്നു പോകുന്നത് എങ്കിലും നീ ധൈര്യത്തോടെ പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിക്കൊള്ളും. അതേ മകനെ, നമുക്ക് വേണ്ടുന്നത് ദൈവം കരുതിക്കൊള്ളും. അതേ, സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ചു തരും. അതരങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കട്ടെ. നമുക്ക് പറയാം, എൻ്റെ ദൈവം, സ്വർഗത്തിലെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിച്ചു തരും. അവൻ എന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് വിടുവിക്കും, മഹാമാരിയിൽ നിന്ന് എന്നെ വിടുവിച്ചുകൊള്ളു. അവൻ എന്നോട് കരുണ കാണിക്കും. അവൻ എന്നെ കൈവിടത്തില്ല, അവൻ എന്നെ ഉപേക്ഷിക്കത്തില്ല. ഓ, എന്നെ അനാഥനായി വിടത്തില്ല. അതെ, എന്നെ വഴിയിൽ ഉപേക്ഷിച്ച് കളയത്തില്ല, ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കത്തില്ല. ഇന്ന് പകൽക്കാല വിശ്വാസത്തിന്റെ വാക്കുകൾ ഉത്തമമായത് ഈ ആലയത്തിൽ നിന്ന് കേൾക്കുവാൻ സ്വർഗപിതാ കാതോർത്തുകൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവവൈതലേ, നമുക്ക് പറയാ, എന്റെ ദൈവം എനിക്കായി കരുതുന്നവൻ. ഹല്ലേലൂയ. ശബലബഖഡബലഗതിനം ശലാരിയലഗഡബലഗതിനം ശരം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് ഉത്തമമായത് പ്രസ്താവിക്കാം. കഷ്ടങ്ങളും രോഗങ്ങളും വരുമ്പോൾ എൻ്റെ യേശു സൗഖ്യദായകനെന്ന് നമുക്ക് ഉത്തമമായത് പ്രസ്താവിക്കാം. അതേ, ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന് നമുക്ക് പറയാം. ദൈവത്തിൻ്റെ സ്തോത്ര ധൈര്യത്തോടെ നമ്മൾ പറയുന്നെങ്കിൽ ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ ദൈവത്തിൻ്റെ വായാണ്. എന്താണ് ദൈവത്തിൻ്റെ വായുടെ പ്രത്യേകത? ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ വായ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകട്ടെ, ദൈവത്തിന്റെ സ്തോത്രം, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. അതാണ് ദൈവത്തിന്റെ വായ്. സൗഖ്യമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് സൗഖ്യമുണ്ടാകുകയാണ്. അതെ, എനിക്ക് വേണ്ടി കരുതുന്നവൻ ജീവിക്കുന്നു, എനിക്കുള്ളതായ നന്മ ഉണ്ടാകട്ടെ എന്ന് നമ്മുടെ വാഗൊണ്ട് പറയുമ്പോൾ വിശ്വാസത്തിന്റെ ശക്തിയാൽ നമുക്കുള്ളതായ വഴികൾ തുറക്കപ്പെടുകയാണ്. ഇന്ന് പകൽക്കാല പ്രിയ ദൈവമക്കളെ, പ്രത്യാശയില്ലാത്തവരായിട്ട് ആരും ഇവിടുന്ന് മടങ്ങിപ്പോകരുത്. അത് വന്നതുപോലെ ആരും ഇവിടുന്ന് മടങ്ങിപ്പോകരുത്. അതെ, നമുക്കൊരു ശുഭകാലത്തിലേക്ക് നമ്മളെ നടത്തുന്നവനാണ് നമ്മുടെ മധ്യേ ഇന്ന് പ്രവർത്തിക്കുന്നത്. അതെ, അവൻ നമ്മളെ ഇന്ന് കഷ്ടത്തിലൂടെ നടത്തിയാലോ നിശ്ചയമായിട്ട് ഒരു ശുഭകാലത്തിലേക്ക് ഒരു നല്ല മറുപടി തന്ന് നമ്മെ സഹായിക്കുവാൻ ശക്തനാണ്. നമുക്ക് ഉത്തമമായത് പ്രസ്താവിക്കാം. നമുക്ക് ദൈവത്തിന്റെ വായായി തീരാം. വിശ്വാസത്തിന്റെ ശക്തിയാൽ നമുക്ക് ഈ നാളുകളിൽ മുന്നോട്ട് പോകുന്നവരായി തീരാം. അപ്പോൾ പ്രിയ ദൈവമക്കളെ, ജനമേ, എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിന്റെ സ്തോത്ര, ശുഭകാലത്ത് ദൈവത്തിൽ ആശ്രയിക്ക്, കഷ്ടകാലത്ത് ദൈവത്തിൽ ആശ്രയിക്ക്. ഇന്ന് പകൽക്കാലം വിവിധമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴോ നമുക്ക് നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. അടുത്തതായിട്ട്, ഈ പ്രത്യേകമായി ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയെ പറ്റി സഖരിയാ പ്രവചനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇത് പിന്മഴയുടെ കാലമാണ്. ദൈവസഭയോടുള്ളതായ ബന്ധത്തിൽ നമുക്കത് ചിന്തിക്കുവാൻ കഴിയുകയാണ്. പിന്മഴയുടെ കാലം. ഈ കാലത്തിൽ നാം ദൈവത്തിൽ ആശ്രയിക്കണം. വായിക്കാം. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പിൻ, യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. പിന്മഴയുടെ കാലമാണിത്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഞാൻ ശുശ്രൂഷയുടെ പ്രാരംഭഘട്ടത്തിൽ ആയിരുന്നപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, ഇവിടെയൊക്കെ ശുശ്രൂഷ ചെയ്തതായ ഒരു പ്രായമുള്ള മദർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ കുണ്ട്രയിൽ നേരിട്ടതായ പ്രതിസന്ധികളെ പറ്റിയൊക്കെയും അവർ ആയിരുന്നതായ പ്രത്യേക സാഹചര്യങ്ങളെ പറ്റിയൊക്കെ താൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഒരു കാലഘട്ടത്തിൽ എത്രയോ പ്രതിസന്ധികൾ ഈ വേല, ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് അത് വരാതെ വണ്ണം എത്രയോ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. എന്നാൽ പ്രിയ ദൈവമക്കളെ, അനേക ഭക്തന്മാരുടെ പ്രാർത്ഥന, അതേ വീറോടെ ധൈര്യത്തോടുകൂടെ പിടിച്ചു നിന്നതായ വിശുദ്ധന്മാർ, ദൈവമക്കൾ, അവരൊക്കെയും ഉറച്ച നിലപാടിൽ നിന്നതുകൊണ്ടാണ് കൃപയാൽ ഇന്ന് നമുക്ക് ഇത്രയും മഹത്വത്തോടെ ഈ ദേശത്ത് വന്നുകൂടുവാനിടയായി തീർന്നത്. എന്നാൽ ഇന്ന് നമ്മൾ അതിൽ തൃപ്തരായി നിൽക്കുകയല്ല.
ഇനി ഒരു പിന്മഴയുടെ കാലം എന്ന് വെച്ചാൽ വിതച്ചതായ വിത്ത് വളർന്നു, ഇനി ഒരു കൊയ്ത്തിന്റെ സമയത്തിലേക്ക് വന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം, ഒരു കൊയ്ത്തിന്റെ കാലത്തിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു പിന്മഴ നമുക്ക് ആവശ്യമായിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, അത് കൊയ്ത്താകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരുന്നതായ ഒരു കാലമാണിത്. അപ്പോൾ ഈ കാലത്ത് നമ്മൾ മഴയ്ക്ക് അപേക്ഷിക്കണം. അത് ഒരാത്മീക ഉണർവാകുന്ന മഴയാണ്. ഒരു ശക്തമായ ആത്മീക ഉണർവ് നമുക്ക് ഈ നാളുകളിൽ പ്രതീക്ഷിക്കാം. അതെ, ഞാൻ നിങ്ങളും ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവം നമ്മളെ എല്ലാം എടുത്തുപയോഗിക്കുന്നതായ ഒരു ഉണർവിന്റെ കാലം ഉണ്ടെന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. തന്ന ആരോഗ്യം, സൗഖ്യം, സൗകര്യങ്ങള്, ധനം എല്ലാം കർത്താവിന് വേണ്ടി അത് ചെലവഴിക്കുന്നതായ, പ്രവർത്തിക്കുന്നതായ ഒരു കാലം വരുവാൻ പോകുന്നു. നമുക്ക് ആ ഒരു ഉണർവിന് വേണ്ടി, ഒരു പിന്മഴയ്ക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കാം. നിശ്ചയമായിട്ടും നമ്മുടെ ദൈവം ആ ഒരു ഉണർവിനെ നമുക്ക് തരും. അപ്പോൾ പ്രിയ ദൈവമക്കളെ, സഭ ഉണരേണ്ട കാലമാണ്. യൗവന ലോകം ഉണരേണ്ട കാലമാണ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി ലോകത്തിന്റെ എല്ലാ വൻകരകളിലും നമ്മുടെ തലമുറകളെയൊക്കെ ദൈവം വിന്യസിച്ചു കഴിഞ്ഞു. നിങ്ങൾ ചിന്തിക്കും, അതേ, ശമ്പളം കിട്ടണം, നല്ല വീട് വെക്കണം, പുതിയതെന്തെങ്കിലും ഒക്കെ. പക്ഷെ അതിനേക്കാൾ അപ്പുറമായി ദൈവത്തിന് ഇതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ഒരാന്ത്യകാല ഉണർവ് നിശ്ചയമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അത് ലോകത്തിലെമ്പാടും ആളിക്കത്തുന്നതായ ഒരു ആത്മീക ഉണർവിന് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അപ്പോൾ പ്രിയ ദൈവമക്കളെ, ഞാൻ ഇന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നത്, അത് നമ്മുടെ പ്രാർത്ഥനയിൽ എല്ലാം നമ്മൾ ചിന്തിക്കാറുണ്ട്, കൂടുതൽ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളിൽ മാത്രം നമ്മുടെ ഹൃദയം ഇടുങ്ങിപ്പോകരുത്. പിന്നെയോ ഒരു പിന്മഴയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒരു പിന്മഴ ഉണ്ടാകണമേ. നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് ഒരു പിന്മഴ ഉണ്ടാകണമേ. ഒരു ഉണർവ് ഉണ്ടാകണമെന്ന് ദൈവത്തോട് നമുക്ക് പറയാം. പ്രിയ ദൈവമക്കളെ, ആത്മീക ഉണർവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ സ്തോത്രം, നമ്മൾ ആരും ചിന്തിക്കുന്നത് പോലെ ഈ ഭൂമിയിലുള്ളതിൻ്റെ അല്ലെങ്കിൽ ശ്രേഷ്ഠതയൊന്നും നമ്മൾ ഈ ഭൂമിയിലുള്ളതായ ധനമോ സമ്പത്തോ ഇതിനോടുള്ളതായ ഇതല്ല ഭ്രമോ ഒക്കെ അങ്ങ് വിടും. നിങ്ങൾക്കറിയാം, ഞാൻ ചില നാളുകൾക്ക് മുമ്പ് കേട്ടതായ ഒരു സംഭവമാണ്. അമേരിക്കയില് കെൻട്രിക്ക എന്ന് പറയുന്നതായ സംസ്ഥാനത്ത് ഒരു ആത്മീക ഉണർവ് നടന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ കാലങ്ങൾ കൊണ്ട് ഒരു സൺഡേ സ്കൂൾ, ഒരു ബൈബിൾ കോളേജിൽ അധ്യാപകനും ചില കുട്ടികളും കൂടെ ചേർന്ന് ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഏകദേശം 1.5 വർഷമായി കാണും. ദൈവത്തിന്റെ സ്തോത്രം. അത് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം അവരുടെ ചാപ്പലില്, ദൈവത്തിന്റെ സ്തോത്രം, എല്ലാ യോഗങ്ങളും കഴിഞ്ഞപ്പോൾ ഒരു കൊയർ, ദൈവത്തിന്റെ സ്തോത്രം, അവരെഴുന്നേറ്റ് ഒരു പാട്ട് പാടി. ആ പാട്ട് അത് അണയ്ക്കുവാൻ കഴിയാത്ത അഭിഷേകമായി മാറ്റപ്പെട്ടു. മാസങ്ങളോളം അത് തുടരുവാനിടയായി. ഒരു വലിയ ക്യാമ്പസാണ്. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ തന്നെ ഉള്ളതായ ചിലരോട് അന്വേഷിച്ചപ്പോഴാണ്, മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അതേ, പഠനത്തിനുള്ളതായ കുഞ്ഞുങ്ങൾ അതേ കോളേജ് കഴിഞ്ഞാൽ ഉടനെ ഈ ചാപ്പലിൽ വരികയാണ്. അവിടെ ആരാധന തുടരുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അത് ജോലി ചെയ്യുന്നവർ മടങ്ങി നേരെ ആരാധനയ്ക്ക് വരികയാണ്. അവർക്ക് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമേ ഇല്ല, ഉറങ്ങണമെന്ന് ആഗ്രഹമില്ല. ഈ ആരാധന തുടർന്നുകൊണ്ടിരുന്നു, ഉണർവ് തുടർന്നുകൊണ്ടിരുന്നു. അതേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നതല്ല പ്രിയ ദൈവമക്കളെ. ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഒരു ആത്മീയ ഉണർവ് അവിടെ നടക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളും ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ഒരു പിന്മഴയുടെ ഉണർവ് ദൈവസഭയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഉണർവിന്റെ കാലം ദൈവം നമുക്ക് അനുവദിക്കുന്നുവെന്നുള്ളത് എത്ര ശ്രദ്ധേയമാണ്. നിശ്ചയമായിട്ട് നമുക്ക് കാത്തിരിക്കാം. ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. കർത്താവേ, ആ ഒരു ഉണർവ് ഞങ്ങൾക്ക് തരണമേ. ലോകത്തിലെമ്പാടുമായിരിക്കുന്നതായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മധ്യേ, അവരായിരിക്കുന്ന സമൂഹത്തിന്റെ മധ്യേ ഒരു ഉണർവ് തരണമേ. നമ്മുടെ ഒരു യൗവനക്കാരൻ സാക്ഷ്യം പറഞ്ഞല്ലോ, അത് തന്റെ സുഹൃത്തിന്, ദൈവത്തിന്റെ സ്തോത്രം, തന്റെ ബോസിന്റെ സഹോദരന് അതെ അവനൊരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ അവർ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി വിടുതലുണ്ടായി. അങ്ങനെയാണെങ്കിൽ ലോകത്തെമ്പാടും ഇതുപോലൊരു വിടുതലിന്റെ പ്രവൃത്തി നടക്കുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഓരോ ദിവസവും ആ ഉണർവിന് വേണ്ടി കാത്തിരിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, തുടർന്ന് നാം ചിന്തിക്കുമ്പോൾ യഹോവയിൽ ആശ്രയിക്കേണ്ടതായ ഒരു കാലം എന്ന് പറയുന്നത് ദൈവത്തെ കണ്ടെത്താവുന്ന ഒരു കാലമാണ്. ദൈവത്തിന്റെ സ്തോത്രം. 32-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അത് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇതവനെ കണ്ടെത്താവുന്ന കാലം. വായിക്കാം.
32-ാം സങ്കീർത്തനം 6-ാം വാക്യം. യഹോവേ ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. നോക്കുക, യഹോവയെ കണ്ടെത്താവുന്ന കാലമെന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഓരോ ഭക്തനും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതായ കാലമാണിത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തോട് നമുക്ക് നിലവിളിക്കാം. അതെ, ഇതൊരു അന്ത്യകാലത്തിലേക്ക് വന്നിരിക്കുന്നല്ലോ. ഇന്ന് കണ്ടെത്താവുന്ന കാലമാണ് എന്ന് വെച്ചാൽ കൃപായുഗമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മോടുകൂടി ഉള്ളതും പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതുമായ കാലമാണിത്. ഇന്ന് പകൽക്കാലം നമുക്ക് വിശ്വസിക്കാം. അത് നമുക്ക് കണ്ടെത്താവുന്ന കാലത്ത് ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, കണ്ടെത്താവുന്ന കാലത്ത് അപേക്ഷിക്കണമെന്ന് പറയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. കണ്ടെത്താവുന്ന കാലത്ത് അത് എങ്ങനെ, അല്ലെങ്കിൽ അപേക്ഷിക്കുന്നതിന്റെ പിന്നിൽ ഒരു കാര്യവും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനൊരു മാനദണ്ഡമുണ്ട്. 5-ാം വാക്യത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. ആ മാനദണ്ഡം എന്താണെന്ന് ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 5-ാം വാക്യം. അയ്യോ, എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു. പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു. ദൈവം നമ്മുടെ പാപത്തിന്റെ കുറ്റം ക്ഷമിക്കുന്ന കാലമാണിത്. ജീവിതത്തിൽ അപാകതകൾ, കുറവുകളൊക്കെ ഒരു ഭാഗത്ത് വന്നാലും നമ്മുടെ പാപത്തിന്റെ കുറ്റം ക്ഷമിക്കുന്ന കാലമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇപ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതായ കാലമാണ്. നമ്മുടെ കുറ്റങ്ങൾ ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിച്ച് നീതീകരിക്കുന്നതായ കാലമെന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. 1-2 ഭാഗം വേഗത്തിൽ പറഞ്ഞ് ഞാൻ എൻ്റെ ഭാഗം അവസാനിപ്പിക്കാം. അടുത്തതായിട്ട് നാം ചിന്തിക്കുമ്പോൾ ഇത് യഥാസ്ഥാനപ്പെടുത്തുന്നതായ കാലമാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതേ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോകുന്നതിന് മുമ്പ് ശിഷ്യഗണവുമായുള്ള ഒടുവിലത്തെ സംഭാഷണത്തില് ഇപ്രകാരം പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതേ, യേശുവിനോട് ചോദിക്കുന്നതാണ്, അത് ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാലമാണോ ഇതെന്നൊരു ചോദ്യം. അത് പിതാവ് വെച്ചിരിക്കുന്ന കാലമാണെന്നുള്ളതായ മറുപടിയോടുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ശക്തി ലഭിച്ചിട്ട് ഭൂലോകം മുഴുവനും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞ് ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ യേശു തമ്പുരാൻ ആ ഭാഗം അവസാനിപ്പിച്ചു. എന്നാലോ നമുക്ക് 33-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. 3-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വായിച്ചാട്ടെ. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം. നോക്കുക, യഥാസ്ഥാനത്താക്കുന്ന കാലം വരുവോളം എന്ന് പറയുകയാണ്. അത് ഇത് തന്നെയാണ് പ്രിയ ദൈവമക്കളെ. വിശുദ്ധ പ്രവാചകന്മാർ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത് മോശ, ശമൂവേൽ, അതേ അബ്രഹാം തുടങ്ങിയതായ വിശുദ്ധ പ്രവാചകന്മാരിലൂടെ പറഞ്ഞിട്ടുള്ളതായ അതേ ആ കാര്യങ്ങളൊക്കെയും ഒരു യഥാസ്ഥാനം വരുന്നതായ കാലമാണിത്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, എന്താണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്? അത് വിശുദ്ധന്മാർ അത് പറഞ്ഞിട്ടുള്ളതായ പ്രവചിച്ചിട്ടുള്ളതായ കാര്യങ്ങൾക്ക് ഒരു യഥാസ്ഥാനം വരുന്നതായ ഒരു കാലം. യെശയ്യാപ്രവചനം 62-ാം അധ്യായം 7-8 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളതായ വാക്യപ്രകാരമാണ് യെരൂശലേമിനെ ഒരു പ്രശംസാ വിഷയമാക്കണം. ദൈവത്തിന്റെ സ്തോത്രവാക്യം കൊണ്ട് ദയവായി വായിച്ചാട്ടെ. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കരുത്. ദൈവത്തിന്റെ സ്തോത്രം. ഭൂമിയിൽ ഇതിനെ ഒരു പ്രശംസാ വിഷയമാക്കുന്നു. യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുന്നു. ദൈവസഭയെ യഥാസ്ഥാനപ്പെടുത്തുന്നതായ കാലത്തിലേക്ക് അത് ഇപ്പോഴിതാ വന്നിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ എന്ത് ചെയ്യണം? അത് സ്വസ്ഥത കൊടുക്കരുതെന്ന് അവിടെ പറയുന്നു. ആശ്രയിച്ചു കൊണ്ടിരിക്കുക, നിലവിളിച്ചു കൊണ്ടിരിക്കുക. കർത്താവേ, ദൈവസഭയെ യഥാസ്ഥാനപ്പെടുത്തണമേ. അത് എല്ലാ കുറവുകളും നീക്കപ്പെട്ട് ദൈവസഭ ശുദ്ധീകരിക്കപ്പെടുവാനിടയായി തീരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇനി നമ്മൾ ആശ്രയിക്കേണ്ട പ്രധാന കാലം എന്ന് പറയുന്നത്, ഈ കാലത്തിന്റെ മറ്റൊരു പേര് അന്ത്യകാലമെന്നാണ്. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. ദുർഘട സമയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായ കാലം. 19 വിധത്തിലുള്ളതായ മനുഷ്യരുടെ അനുഭവങ്ങളെ പറ്റി അവിടെ
അവിടെ പറയുന്നുണ്ട്. സ്വസ്നേഹികൾ മുതൽ താഴോട്ട് ഓരോന്നോരോന്നായി കൊടുത്തിട്ടുണ്ട്. വിശദമാക്കാൻ സമയം പോരാ. എന്നാൽ ഈ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുന്നു. അപ്പോൾ ഈ അന്ത്യകാലത്ത് നമ്മൾ ഒരുക്കപ്പെടേണ്ടതായ കാലമാണ്. എപ്രകാരം ഒരുക്കപ്പെടണോ? അവനിൽ വസിച്ചുകൊണ്ട് നാം ഒരുക്കപ്പെടുവാനിടയാകണം. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴിക എന്ന് എടുത്തു പറയുകയാണ്. കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴിക എന്ന് പറയുന്നു. വാക്കൊന്ന് വായിച്ചാട്ടെ. കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു. കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു എതിർ ക്രിസ്തുവിന്റെ ആഗമനം അത് വന്നുകൊണ്ടിരിക്കുന്നു. അവനെല്ലാ കാര്യങ്ങളും അത് ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി ഒട്ടും താമസമില്ല. എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനം ഉണ്ടാകുമെന്നുള്ളത് തിരുവചനത്തിൽ വ്യക്തമാക്കുകയാണ്. കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാണ്, അന്ത്യകാലമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ ആശ്രയിക്കണം. ജനമേ, എല്ലാ കാലത്ത് ദൈവത്തിൽ ആശ്രയിക്കുക. എന്തുകൊണ്ടാണ് ദൈവത്തിൽ ആശ്രയിക്കുവാൻ പറയുന്നത്? അന്ത്യകാലത്ത് ദൈവത്തിൽ ആശ്രയിപ്പാൻ പറയുന്നത്, എതിർ ക്രിസ്തു വരുന്നതിന് മുൻപ്, അധർമ്മമൂർത്തി വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടം വിട്ടു പോകണം. അതുകൊണ്ടാണ് അതേ ലേഖനത്തിന്റെ അതേ അധ്യായം, യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 26-28 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ആ വാക്കുകൾ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വായിച്ചാട്ടെ. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. ദൈവത്തിന്റെ സ്തോത്രം. 28-ാം വാക്യം 26 കൂടെ വായിച്ചാട്ടെ. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, എവിടെ പറയുന്നത്? അവനിൽ വസിപ്പിൻ. നമ്മൾ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്. കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴിക, അന്ത്യകാലം. യോഹന്നാൻ അപ്പോസ്തലൻ അതേ വളരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ നമ്മയും കൂടെ നോക്കി വിളിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴിക. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഇനി നമുക്ക് തന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് അവനിൽ നമുക്ക് വസിക്കാം. ഇത് അന്ത്യകാലമാണ്. ലോകം മുഴുവനും എതിർ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ഒരുക്കപ്പെടുമ്പോൾ അതേ നമ്മെ എതിരേൽക്കുവാൻ മധ്യാകാശത്തിൽ നമ്മുടെ യേശു വരും. നമ്മൾ അവിടെ പോയി നമ്മുടെ യേശുവിനെ കാണുമെന്നുള്ള നിറഞ്ഞ പ്രത്യാശയാണ് ഒരു ദൈവ പൈതലിനെ തന്നിരിക്കുന്നത്. എല്ലാവരും ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ? ഇന്ന് പകൽക്കാല ദൈവ സന്നിധാനത്തിൽ വന്നിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ കണ്ണുകൾ ദൈവ സന്നിധിയിൽ അടച്ച് ഒരല്പസമയം നമുക്ക് പ്രത്യാശയുള്ളവരായി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ഇത് അന്ത്യകാലമാണ്, അന്ത്യനാഴികയെന്ന് നമ്മൾ അറിയുന്നുവല്ലോ. അതുകൊണ്ട് നമ്മൾ ഇനി ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കാം. ഇന്ന് കാണുന്നതായ സംവിധാനങ്ങളെല്ലാം മാറ്റപ്പെടുമ്പോൾ, ഇന്ന് കാണുന്നതെല്ലാം ഇല്ലാതായി തീരുമ്പോൾ, ഞാൻ നിങ്ങളും പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ എത്തിച്ചേരുമെന്നുള്ളതായ നിറഞ്ഞ പ്രത്യാശയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അവൻ പ്രത്യക്ഷനാകോ, നമ്മുടെ യേശു പ്രത്യക്ഷനാകോ. അന്ത്യകാലത്ത് നമ്മുടെ പ്രതീക്ഷ എന്താണ്? എൻ്റെ യേശു എത്രയും പെട്ടെന്ന് വരൂ. ഞാൻ എൻ്റെ യേശുവിനോടുകൂടെ പറന്നുയരോ. ഞാൻ എൻ്റെ യേശുവിനോടുകൂടെ വസിക്കോ. ഈ ലോകം വിട്ട് ഞാൻ കടന്നു പോകുമെന്നുള്ളതായ നിറഞ്ഞ പ്രത്യാശയാണ് ഒരു ദൈവ പൈതലിൽ അതേ ആവസിച്ചു കൊണ്ടിരിക്കുന്നത്. ആരും മൗനമായിരിക്കരുത്. ഈ വർഷത്തിന്റെ അവസാനത്തെങ്കിൽ സ്വർഗം കരുണയോട് നമുക്കൊരു യോഗം തന്നു, നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ജനമേ, എല്ലാ കാലത്ത് ദൈവത്തിൽ ആശ്രയിപ്പീൻ. ജനമേ, എല്ലാ കാലത്ത് ദൈവത്തിൽ ആശ്രയിപ്പീൻ. നിന്റെ ശുഭകാലത്ത് ദൈവത്തിൽ ആശ്രയിപ്പീൻ. നിന്റെ കഷ്ടകാലത്ത് ദൈവത്തിൽ ആശ്രയിപ്പേ. യഥാസ്ഥാനത്തിന്റെ കാലത്തിൽ ദൈവത്തിൽ ആശ്രയിപ്പേ. ഓ, ഈ അന്ത്യകാലത്ത് ദൈവത്തിൽ ആശ്രയിപ്പേ. ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ആഹ്വാനം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ തരങ്ങളും അത് ദൈവസന്നിധി ശബ്ദത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരട്ടെ. കൃപ നമ്മുടെ മധ്യേ വ്യാപരിക്കുന്നു. ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യേ വ്യാപരിക്കുന്നു. ദൈവശക്തിയാൽ നമുക്ക് നിറയപ്പെടാം. ദൈവകൃപയാൽ നമുക്ക് നിറയപ്പെടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കാത്തിരുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടാം. ഇപ്പോൾ നമ്മുടെ വാതിരങ്ങൾ തുറക്കേണ്ട സമയം. ഇപ്പോൾ നമുക്ക് അതരങ്ങളെ ചലിപ്പിക്കേണ്ട സമയം. കരങ്ങൾ ചലിക്കേണ്ട സമയം. ദൈവകൃപ നമ്മുടെ മധ്യേ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ യേശുവിൽ ആശ്രയിക്കും എൻ്റെ ജീവിത നാളുകളെല്ലാം. ഞാൻ യേശുവിൽ ആശ്രയിക്കും എൻ്റെ ജീവിത നാളുകളെല്ലാം.
തന്നെ ഞാനെന്നും സ്തുതിക്കും. ഞാൻ യേശുവിൽ ആശ്രയിക്കും. എന്റെ ജീവിതനാളുകളെല്ലാം നിത്യവാസസ്ഥലമൊരുക്കി അവൻ തേജസ്സിൽ വെളിപ്പെടുമേ. നിത്യവാസസ്ഥലമൊരുക്കി അവൻ തേജസ്സിൽ വെളിപ്പെടുമേ. തന്നെ എതിരേൽക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. അതുവേ സ്തോത്രം സ്തോത്രം. അത്രത്തോളം ഈ മീറ്റിങ്ങിനെ നമ്മുടെ കർത്താവ് അനുഗ്രഹമാക്കിയതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുവാൻ, നമ്മുടെ ദൈവത്തിൽ നമുക്ക് സങ്കേതമാക്കുവാൻ ധാരാളം കൃപ തന്ന ജയത്തോടെ നടത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. സർവകൃപാലുവായ ദൈവം എല്ലാവിധമായ ആശീർവാദങ്ങളാലും നമ്മെ നിറച്ച് ജയത്തോടെ അനുഗ്രഹത്തോടെ നടത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. മടക്കയാത്രയിൽ ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ബലവും മഹത്വവും നമ്മുടെ കർത്താവിന് കൊടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ത്രിയേക ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ കുണ്ട്ര പ്രദേശത്ത് കർത്താവെ ഈ വർഷം കൂടെ ഇപ്രകാരം അനുഗ്രഹീതമായ ഒരു കൺവെൻഷൻ കൂട്ടത്തെ കർത്താവ് ഒരുക്കി തന്നതിനായി സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 ദിവസത്തെ മീറ്റിങ്ങുകളെ ഭാരമേറ്റ് നടത്തുക മാത്രമല്ല, 3-ാം ദിവസം പകൽ മീറ്റിങ്ങിനെയും സ്വർഗീയ മഹിമയോടുകൂടെ കർത്താവ് കടന്നു വന്ന് അനുഗ്രഹിച്ചതിനായി സ്തുതിക്കുന്നു. ശുശ്രൂഷകളെ എല്ലാം കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നിറച്ചതിനാൽ അങ്ങേ വാഴ്ത്തുന്നു. എല്ലാ പ്രതികൂലങ്ങളെയും ഞങ്ങൾക്ക് അനുകൂലമാക്കി കർത്താവെ അവയുടെ ആ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ കാണുവാൻ ഞങ്ങളുടെ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കുന്നതിനായി സ്തുതിക്കുന്നു. ഇന്നത്തെ കർത്താവെ ഓരോ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിച്ചുവല്ലോ. അനേക സാക്ഷ്യങ്ങളെ ഞങ്ങൾക്ക് നൽകി തന്ന് ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർത്തതിനായി സ്തുതിക്കുന്നു. ജനമേ, എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പിൻ എന്നുള്ളതായ വചനത്തെ ആസ്പദമാക്കി ആ തിരുവചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങളെ ഞങ്ങൾ കേൾപ്പിച്ചതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഓ യഹോവയിൽ ആശ്രയിക്കുന്നവൻ എന്നേക്കും നിലനിൽക്കും, കുലുങ്ങാത്തതായി സിയോൻ പർവ്വതം പോലെ ഉറപ്പോടുകൂടി ആയിരിക്കും എന്ന് കർത്താവ് അരുളി ചെയ്തുവല്ലോ. ആകയാൽ സ്ഥിരമാനസ്ഥരായി ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൽ ആശ്രയിച്ച് പൂർണ്ണ സമാധാനം പ്രാപിപ്പാൻ ഇടയാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യഹോവയിൽ ആശ്രയിച്ച് കർത്താവെ അവിടുത്തെ ദയ ചുറ്റിക്കൊള്ളുന്നതായ അനുഭവം ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഓരോരുത്തരും നേടിയെടുക്കുവാൻ ഇടയാക്കണമേ. ധൈര്യവും പ്രത്യാശയും നിന്നിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ ഓരോ നാളും സ്ഥിരതയോടുകൂടെ കർത്താവിൽ ആശ്രയിപ്പാൻ ഇടയാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യോബിൻ്റെ ജീവിതത്തിൽ കർത്താവെ അവൻ്റെ ആ പൂർവ്വകാലത്ത് ശുഭകാലത്ത് ദൈവത്തിൽ അന്വേഷിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നിമിത്തമായിട്ട് അവന് നൽകിയതായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിപ്പാൻ ഇടയാക്കിയല്ലോ. ആ പാറയിൽ നിന്ന് പുറപ്പെട്ടതായ തൈല നദി അവനെ സന്തോഷിപ്പിച്ചുവല്ലോ. ആകയാൽ ആ ദൈവിക രോഗശാന്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ നാളും ഞങ്ങൾ ബലം പ്രാപിപ്പാൻ ഹല്ലേലൂയ കർത്താവിൽ മാത്രം ആശ്രയിപ്പാൻ ഇടയാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ വെളിപ്പാടുകൾ എല്ലാം കർത്താവ് നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു.
യേശുവേ ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ഞങ്ങളെ കർത്താവ് ഉയർത്തും. മറ്റുള്ളവർ മാനിക്കുന്നതായ അനുഭവം, സാക്ഷ്യ ജീവിതത്തെക്കുറിച്ച് ഞങ്ങളുടെ തലയ്ക്ക് മീതെ തിരുവചനം പ്രകാശിക്കുന്ന അനുഭവത്തെക്കുറിച്ച് ദൈവത്തോടുള്ളതായ ആ സഖ്യതയിൽ ഞങ്ങളായിരിക്കാൻ ഇടയാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവേ, ശുഭകാലം എന്നേക്കും നിലനിൽക്കേണ്ടതിന് വേണ്ടി നിന്റെ വായു വിസ്താരത്തിൽ തുറക്ക, എന്നാൽ ഞാൻ അതിനെ നിറയ്ക്കാം. ആ നന്മകളെല്ലാം വീണ്ടും തരുവാൻ കർത്താവ് എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരായി, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാക്കി ഞങ്ങളെ മാറ്റേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഷ്ടകാലത്തും ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിപ്പാൻ, ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് വിടുതൽ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവേ, നിന്റെ സാന്നിധ്യത്തിൽ എപ്പോഴും ഞങ്ങളെ മറയ്ക്കണമേ. ആ ശുഭകാലത്തിലേക്ക് ഞങ്ങൾ വീണ്ടും മടങ്ങി വരേണ്ടതിന് വേണ്ടി ദോഷം ചെയ്യാതെ ഞങ്ങളുടെ നാവിനെയും വ്യാജം പറയാതെ ഞങ്ങളുടെ അധരത്തെയും അടക്കിക്കൊള്ളുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് കേട്ടതായ വചനം നിമിത്തം ഇടയാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിപ്പാൻ ഇടയാക്കി തീർക്കണമേ. പരാതി പറയുന്നതായ അനുഭവങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടട്ടെ. കഷ്ടത്തിലും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതായ അനുഭവം ഞങ്ങൾക്ക് നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ കാര്യങ്ങൾ കർത്താവെ, നീ ഞങ്ങൾക്ക് വേണ്ടി നൽകുന്നതായ നന്മകൾ, ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നവൻ, ദൈവം ഞങ്ങൾക്ക് വേണ്ടി സകലവും നന്മയ്ക്കായി ചെയ്യുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ കഷ്ടത്തിലും കർത്താവിൽ ആശ്രയിപ്പാൻ ഇടയാക്കണമേ. ഇത് പിന്മഴയുടെ കാലമാകിയാൽ കർത്താവെ, മഴയ്ക്ക് വേണ്ടി അപേക്ഷിച്ച് ശരിയായ കർത്താവെ ഞങ്ങൾ ആദ്യ ഫലമായി മാറ്റപ്പെടേണ്ടതിന് വേണ്ടി ആ ആത്മനദിയാൽ മുഴുകി സന്തോഷിക്കുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ കണ്ടെത്താവുന്ന സമയത്ത് ഈ കൃപായുഗത്തിൽ തന്നെ കർത്താവിൽ ആശ്രയിച്ച് ഞങ്ങളുടെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാഗൽഭ്യത്തോടെ കർത്താവേ ദൈവസന്നിധിയിൽ പുതുക്കം പ്രാപിച്ച് ഹല്ലേലൂയ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവിൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാൻ യഥാസ്ഥാനപ്പെട്ട് കർത്താവെ ശക്തി പ്രാപിച്ച് ഓരോ നാളും ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുന്ന എല്ലാവരോടും കൂടെ ഇരിക്കും. വചനം പ്രസംഗിച്ചതിൻ്റെ ദാസന് ആവശ്യമായ കൃപ ഇനിയും കൊടുത്ത് അനേകായിരങ്ങൾക്ക് പ്രയോജനകരമാക്കി മാറ്റും. താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന എല്ലാം കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശുവിൻ്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, സഹവാസം, ഇവയെല്ലാം നമ്മോട് ഓരോരുത്തരോടും മുഴു ലോകത്തുള്ള വിശുദ്ധന്മാരോടും കൂടെ കർത്താവിൻ്റെ വീണ്ടും വരുവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.